വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കിയിരിക്കുന്നു ഹൈക്കോടതി. സാമ്പത്തിക തിരിമറി ആരോപിച്ച് പ്രൊഫസർ എം കെ സാനു അടക്കമുള്ളവർ നൽകിയ കേസിൽ 2 പതിറ്റാണ്ടിലേറെ നടന്ന നിയമ പോരാട്ടത്തിൽ കടുത്ത നടപടിയെടുത്തിരിക്കുന്നു ഹൈക്കോടതി. ഇത് 3 പതിറ്റാണ്ടായുള്ള വെള്ളാപ്പള്ളി യുഗത്തിന് അന്ത്യം കുറിക്കുന്ന വിധിയാണോ എന്നതാണ് ചോദ്യം. അജിത് ബാബു ജനങ്ങളുടെ അഭിപ്രായം തേടിയിരിക്കുന്നു. അതിലേക്ക്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി SNDPക്കുള്ളിലെ അവസാന വാക്ക് വെള്ളാപ്പള്ളി നടേശനാണ്. വിയോജിപ്പുള്ളവർക്ക് പോലും വെള്ളാപ്പള്ളിയെ മാറ്റി നിർത്തിയ ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഹൈക്കോടതി വിധിയോടെ ഈ പ്രതാപത്തിന് അവസാനമാവുകയാണോ? പ്രതാപം അവസാനിച്ചേക്കാം എന്നാ തോന്നുന്നത്. അവസാനിപ്പിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നണേ. ഈ പ്രസിഡന്റ് പത്മഭൂഷൺ അങ്ങോട്ട് കൊടുത്തു എന്ന് പറയാം അല്ലേ, അത് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു മത പണ്ഡിതനാണ് ആൾ കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ട്, അച്ഛന്മാർക്ക് കൊടുക്കണം. കോടതി അങ്ങനെ വിധിക്കുകയാണെങ്കിൽ കോടതിക്ക് അതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളുണ്ടല്ലോ, അവർക്ക് വിധിക്കാനുള്ള ഇതുകൊണ്ട് അവർ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് അവർ തീരുമാനിക്കേണ്ടത്. മിക്കവാറും അവസാനിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പരാതികളും ഒത്തിരി ഇതുമുണ്ടല്ലോ. പിന്നെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ അങ്ങനെ ആകാനാണ് സാധ്യത. കോടതി തീരുമാനിക്കട്ടെ അല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളിയുടെ പ്രവൃത്തി പോലെ ഇരിക്കും. പിന്നെ കോടതിയൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടാണല്ലോ ഇത് വിധിക്കുന്നത്. ഇതിൻ്റെ തെളിവുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നല്ലതിന് വേണ്ടിയായിരിക്കും. വെള്ളാപ്പള്ളി ലോക ഫ്രോഡല്ലേ, അപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം വെള്ളാപ്പള്ളിയുടെ എല്ലാവരും നിൽക്കുന്നത്, അപ്പോൾ അത് ഒരിക്കലും അവസാനിക്കാൻ സാധ്യതയില്ല. മൊത്തത്തിൽ ഇവരുടെ SNDPയുടെ സമുദായത്തിൻ്റെ അംഗങ്ങളെ ഇവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മൊത്തം കൂടെ കമ്മിറ്റി കൂടി അതിൽ യോജിപ്പുള്ള ഒരാളിനെ അവർ തിരഞ്ഞെടുക്കണം. അതിൽ യോജിപ്പുള്ള ഒരാളെ അവർ തിരഞ്ഞെടുത്താൽ മാത്രമേ പ്രവർത്തനം ഇവരുടെ SNDP സമുദായത്തിൻ്റെ പ്രവർത്തനം ക്ലിയറായി പോകും. ഹൈക്കോടതിയുടെ ഭാഗം ശരിയാണ്. അതായത് പുള്ളിനെ പുറത്താക്കണം എന്നുള്ള അഭിപ്രായം. പ്രതാപം അവസാനിക്കാൻ സാധ്യതയില്ല. എന്നാന്ന് പറഞ്ഞാൽ ആളുകൾ പിന്നെയും ഉണ്ടല്ലോ പുറകെ നിൽക്കുക, അതാണ് സംഗതി. വിഷയത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടാവുന്നത്. അജിത് ബാബു, ന്യൂസ് മലയാളം, കോട്ടയം.